നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ആൾ നിങ്ങളുമായിട്ട് പെട്ടെന്ന് സഡൻലി അങ്ങ് സംസാരിക്കുന്ന അങ്ങ് നിർത്തുകയാണ്, സൈലൻ്റ് ആവുകയാണ്. നിങ്ങളപ്പം അയാളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നു, കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കുന്നു, എന്താണ് ആക്ച്വലി പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് മറുപടിയായിട്ട് എന്താ കിട്ടുന്നത്? സൈലൻസ് മാത്രം. അങ്ങനെ കുറേ നാളത്തേക്ക് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുക, അത് സ്പേസ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല, അത് ആക്ച്വലി സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വളരെ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുവാണെങ്കിലും, പക്ഷേ അതത്രയും സട്ടിലായിട്ടുള്ളൊരു കാര്യമല്ല, ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ്റെ ഒരു മെത്തേഡാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാൻ ശ്രമിക്കാം, എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആൻഡ് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് സൈക്കോളജിക്കലി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക, ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. ഹായ് എവ്രി വൺ, ഐ എം അർച്ചന, ദിസ് ഈസ് അമൈൻമെൻറ്റ്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അമൈൻമെൻറ്റ്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. മനഃപൂർവ്വമായിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന നിർത്തുക, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഫുൾ സൈലൻസ് മാത്രമാണ്, ആൻഡ് അവരുടെ അടുപ്പവും സ്നേഹവും ഒക്കെ ഒന്ന് വിഡ്രോ ചെയ്യുക. ഇതൊക്കെ അവർ ചെയ്യുന്നത് അതിൻ്റെ പുറകിലുള്ള അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതല്ല, നിങ്ങളുടെ മുകളിൽ കൺട്രോൾ ഗെയിൻ ചെയ്തെടുക്കുക എന്നതാണ്. സോ അവിടെയാണ് ഇത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം, ഇപ്പം സപ്പോസ് നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് ടൈം എടുക്കുകയാണ്, മിണ്ടാണ്ടിരിക്കുകയാണ്, ആ പേഴ്സൺ തിങ്ക് ചെയ്യാണ്, ടൈം എടുത്തിട്ട് ലൈക്ക് എന്താണ് പ്രശ്നം, എന്നെ ട്രിഗർ ചെയ്തത് എന്താണ്, അങ്ങനത്തെ ഒരു സോണിൽ കുറച്ച് തിങ്കിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പേസ് എടുക്കുന്നതും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പവർ ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ഗെയിമാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും, നിങ്ങൾക്ക് രണ്ടുപേരും തമ്മിൽ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായി. നിങ്ങൾ പാർട്ട്ണർ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഡിസഗ്രി ചെയ്തു, എന്നാൽ അത് നിങ്ങൾ കൺവേ ചെയ്തു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ കൺവേ ചെയ്യുന്ന ആ പോയിന്റ് തൊട്ട് പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് നിർത്തുന്നു, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മീറ്റ് ചെയ്യാൻ എഗ്രി ചെയ്യുന്നില്ല, ഒന്നുമില്ല. അപ്പം ആ ഒരു പോയിന്റ് തൊട്ട് ലൈക്ക് ഇങ്ങനെ ഒരു 2 days ആയിന്ന് വിചാരിക്കുക. അപ്പം ആ 2 days കഴിയുന്ന ആ ഒരു പോയിന്റിൽ നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുകയാണ്, ഡൗട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അയ്യോ, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വലിയ മിസ്റ്റേക്ക് ഉണ്ടായോ, ഞാൻ ഇനി സോറി പറയണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ആ സൈക്കോളജിക്കൽ ട്രാപ്പ്. ഇതേ സ്ഥലത്ത് ജെനുവനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഹേർട്ടായി എന്ന രീതിക്ക് കുറച്ച് ടൈം എടുത്തു, കുറച്ച് സ്പേസ് എടുത്തു എന്നതായിരുന്നെങ്കിൽ അവർ വന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും ഇതാണ് എന്നെ ഹേർട്ട് ചെയ്തതെന്ന് അവർ കൺവേ ചെയ്യാനും റെഡിയാവും. അതിന് പകരം സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാനല്ല ട്രൈ ചെയ്യുക. സോ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണോ, സ്പേസ് നീഡ് ചെയ്യുന്നതാണോ എന്നത് നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ കൊടുക്കുന്നതിന് പുറകിലുള്ള സൈക്കോളജിക്കൽ റീസൺസ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പവർ ആൻഡ് കൺട്രോൾ ഗെയിൻ ചെയ്തെടുക്കുക എന്നതാണ്. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഇങ്ങനെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാവുക, എൻ്റെ കയ്യിലാണ് പവർ, ഞാനാണ് പവർഫുൾ ആയിരിക്കുന്നത്, കാരണം ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ് വീണ്ടും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവരുടെ മനസ്സിലുണ്ടാവുക, ഞാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും റെസ്യൂം ചെയ്യുക, ലൈക്ക് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വേയിൽ നിങ്ങൾ ആക്ട് ചെയ്താൽ അല്ലെങ്കിൽ ബിഹേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അറ്റൻഷനും കമ്മ്യൂണിക്കേഷനും കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ. അടുത്തൊരു പോസിബിളായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർക്ക് അവരുടെ ഭാഗത്ത് നിന്നാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നത് അഡ്മിറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷനിൽ നിന്നും ആ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്നും ഒളിച്ചോടാനായിട്ട് അവർ സൈലൻസ് ചൂസ് ചെയ്യും. ആൻഡ് ഇൻസ്റ്റെഡ് അവരെന്താ ചെയ്യുക, ആ സൈലൻസ് വെച്ച് ദി ഓപ്പോസിറ്റ് പേഴ്സണിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ഗെയിൻ ചെയ്തെടുത്ത് ദി ഓപ്പോസിറ്റ് പേഴ്സണിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യിപ്പിക്കും ദാറ്റ് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്ന രീതിയിൽ.
നെക്സ്റ്റ് ഒരു കാരണമാവുന്നത് അവരുടെ മനസ്സിൽ ഇതൊരു ഇമോഷണൽ പണിഷ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ്. ലൈക്ക് അവർക്കറിയാം സൈലൻസ് ഹേർട്ട് ചെയ്യും ദി അതർ പേഴ്സണിനെ. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ വയറായിരിക്കുന്നത് തന്നെ സോഷ്യൽ കണക്ഷൻ്റെ ടുവേർഡ്സ് ഒരു എഫിനിറ്റിയോട് കൂടിയാണ്. ലൈക്ക് ഇഷ്ടമാണ് നമുക്ക് എല്ലാവരും നമ്മുടെ അടുത്ത് സംസാരിക്കണം, നമുക്ക് അറ്റൻഷൻ കിട്ടണം, എഫെക്ഷൻ കിട്ടണം, ഇതൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇതങ്ങ് കട്ട് ഓഫ് ചെയ്യുമ്പം ലിറ്ററലി നമുക്ക് ഫിസിക്കൽ പെയിൻ ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ അത്രത്തോളം നമ്മളെ ഹേർട്ട് ചെയ്യും അങ്ങനത്തെ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആ പേഴ്സൺ പറയുന്നതും ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ റെഡിയാവും. അതിനായിട്ടുള്ളൊരു ഇമോഷണൽ പണിഷ്മെൻ്റ് ആയിട്ട് ചില ആൾക്കാർ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതേ സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കപ്പിൾ, അതിൽ ഒരു പാർട്ട്ണർ എന്ത് പറഞ്ഞാലും ദി അതർ പാർട്ട്ണർ അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കുകയാണ്, നേരെ അതിനെ പെർസീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ വലുതായിട്ട് ബ്ലോ അപ്പ് ചെയ്ത് ഭയങ്കര വലിയ വലിയ ഫൈറ്റ്സ് അവർ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ പാർട്ട്ണർ ചൂസ് ചെയ്യാണ് കുറച്ച് കാമായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാം എന്ന രീതിക്കൊക്കെ ആ പേഴ്സൺ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ പേഴ്സൺ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ആ സൈലൻസ് യൂസ് ചെയ്തുകൊണ്ട് ദി ഓപ്പോസിറ്റ് പേഴ്സണിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ആളുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്നതല്ല. ആ പേഴ്സൻ്റെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് അവിടെ സൈലൻസ് യൂസ് ചെയ്യുന്നത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പം റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു, നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവും. സെൽഫ് വർത്ത് താഴേക്ക് പോവും, വളരെയധികം സെൽഫ് ഡൗട്ട് ഫീൽ ചെയ്യും. ലൈക്ക് ആം ഐ ടു മച്ച്? ഞാൻ തന്നെയാണോ എപ്പോഴും മിസ്റ്റേക്സ് കോസ് ചെയ്യുന്നത്? ഞാനാണോ ഇവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ പേഴ്സൺ? ഞാനിതൊക്കെ ഡിസേർവ് ചെയ്യുന്ന ആളാണോ എന്ന രീതിക്കൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ആൻഡ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആക്ച്വലി ദി മാനിപ്പുലേറ്ററിന് പവർ കിട്ടുന്നത്. അയാൾ ആഗ്രഹിക്കുന്നതും ഈ ഒരു സെൽഫ് ഡൗട്ടിങ് മോഡിലേക്ക് നിങ്ങൾ കടക്കണം എന്നത് തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യം, ഒരു സൈലൻസ് ഹെൽത്തി സൈലൻസ് ആണോ അതോ ടോക്സിക് ആയിട്ടുള്ളൊരു സൈലൻസ് ആണോ എന്നതാണ്. ഹെൽത്തി സൈലൻസ് ആണെങ്കിൽ ദി പേഴ്സൺ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലൈക്ക് സൈലൻ്റ് ആയിരിക്കുന്ന ആ ഒരു കറക്റ്റ് ആ ടൈം തൊട്ട് എന്നല്ലെങ്കിൽ പോലും ലൈക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ടെങ്കിലും ആ പേഴ്സൺ പറയും നമുക്ക് വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിന് രാത്രി ഇന്ന് സംസാരിക്കാം ഇതിനെക്കുറിച്ച്, ഇപ്പം ഐ നീഡ് ടൈം ഫോർ മൈസെൽഫ്, എനിക്ക് ചിന്തിക്കണം, എനിക്ക് മനസ്സിലാക്കണം, പ്രോസസ്സ് ചെയ്യണം എന്താണ് സംഭവിച്ചത് എന്നൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടൈം എടുക്കുകയാണെങ്കിൽ അതൊരു ഹെൽത്തി സൈലൻസ് തന്നെയാണ്. അവിടെ ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദാറ്റ് ഐ നീഡ് മൈ സ്പേസ് എന്ന രീതിയിൽ. അതേസമയം ടോക്സിക് സൈലൻസ് അങ്ങനെയല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല. ആൻഡ് അവരുടെ ഇൻറ്റൻഷനാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേണിനെ നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്യുക എന്നത് തന്നെയാണ്. വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണോ എടുക്കുന്നത്, നിങ്ങളെ മാനിപ്പുലേറ്റ് ആൻഡ് കൺട്രോൾ ചെയ്യാൻ ആണോ ട്രൈ ചെയ്യുന്നത്, അതാണോ ഇൻറ്റൻഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചേസ് ചെയ്യോ അല്ലെങ്കിൽ ബെഗ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല റെസ്പോൺസിന് വേണ്ടിയിട്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളുടെ ടുവേർഡ്സ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ സോറി പറഞ്ഞും അപ്പോളജൈസ് ചെയ്തും വീണ്ടും വീണ്ടും ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് ആ പേഴ്സണ് വേണ്ടതും, അത് തന്നെയാണ് ആ പേഴ്സണ് വീണ്ടും വീണ്ടും പവർ കൊടുക്കുന്ന കാര്യവും. ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പോകുമ്പോൾ ആ പേഴ്സൺ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്ത് ആ പേഴ്സൺ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് പിന്നെയും പിന്നെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വെപ്പനായിട്ട് യൂസ് ചെയ്യും. അതിന് പകരം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനത്തെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻകറേജ് ചെയ്യില്ല, എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വെനെവർ യു ആർ റെഡി യു ക്യാൻ കം ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു മീ അല്ലെങ്കിൽ ടോക്ക് ടു മീ എന്ന കാര്യം നിങ്ങൾ പറയുക. നിങ്ങൾ കാമായിട്ട് തന്നെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നത്. ഒന്നാമത്തെ ഒരു വേ എന്ന് പറയുന്നത് സെറ്റ് ഇമോഷണൽ ബൗണ്ടറീസ്.
നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നു, പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല, ആൻഡ് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രോബ്ലം, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന്, നിങ്ങളുടെ വെൽബീയിങ്ങിനും അത് കോസ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവുകയാണെങ്കിൽ അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് പാർട്ട്ണറിൻ്റെ അടുത്ത് കൺവേ ചെയ്യുക. ലൈക്ക് നോട്ട് ജസ്റ്റ് പാർട്ട്ണർ, ഫ്രണ്ട് ആയാലും ആരായാലും ഇങ്ങനെ ചെയ്യുന്ന ആളുടെ അടുത്ത് പറയുക. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിലെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരു റെസ്പെക്റ്റും കൺസേണും കാണിക്കാൻ പറ്റുന്നില്ല, ഒരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു റെസ്പെക്റ്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ റിലേഷൻഷിപ്പിൻ്റെ അർത്ഥം എന്നത് നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് ഈ ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക. ഇങ്ങനത്തെ സൈലൻസ് ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ വേർതി അല്ല എന്നതല്ല കാണിക്കുന്നത്, അത് അവരുടെ മെച്യോറിറ്റി കുറവ്, ഇമോഷണൽ മെച്യോറിറ്റി കുറവാണ് കാണിക്കുന്നത്. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ക്ലിയർലി സോർട്ട് ചെയ്യാനാണ് ഒരു ഇമോഷണലി മെച്യോർ ആയിട്ടുള്ളൊരു പേഴ്സൺ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ റെസ്പെക്റ്റോ അറ്റൻഷനോ ഒന്നും ഡിസേർവ് ചെയ്യാത്തതുകൊണ്ടല്ല, ആ ആൾക്കത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോയിൻറ്റ്സും ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളെല്ലാവരും ടൈം എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഓണസ്റ്റ് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആൻഡ് അത് തന്നെയാണ് ആ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അത് ഒരു റിലേഷൻഷിപ്പിലില്ലെങ്കിൽ നമ്മളിരുന്ന് ചിന്തിക്കണം, ഈ റിലേഷൻഷിപ്പ് നമ്മളുടെ ഗ്രോത്തിനെയും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെയും പീസ് ഓഫ് മൈൻഡിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊരു കാര്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെൻറ്റ്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണം, പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ. ആൻഡ് ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട.